നെക്സ്റ്റ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ. എന്താണ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി മീൻസ് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് it cannot be delegated. A manager cannot escape from the responsibility by delegating his authority to subordinates. After delegating authority, the responsibility remains with the superior. That means എന്താണ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മാനേജർ അയാളുടെ സബോർഡിനേറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വർക്കിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിസൾട്ട്, അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടബിൾ ഫോർ ദ റിസൾട്ട്സ് കെയിം ഔട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പെർഫോമൻസ്, അല്ലെ? ഇതിന് അതുപോലെ അടുത്ത പ്രിൻസിപ്പിൾ ആണ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി level. എന്താണ്, മാനേജേഴ്സ് അറ്റ് ഈച്ച് ലെവൽ ഷുഡ് മേക്ക് ഓൾ ഡിസിഷൻ വിത്തിൻ their jurisdiction. എന്താണ് jurisdiction എന്ന് പറഞ്ഞാൽ എന്താണ്, അധികാര പരിധിക്കാണ് നമ്മൾ jurisdiction എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ അത്തരത്തില് ഓൺലി matters which fall outside the limits of their authority should be referred to their superiors, അല്ലെ? അതായത് ഏതെങ്കിലും തരത്തിൽ അധികാര പരിധിക്ക് പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരുടെ വർക്കിന്റെ ഇടയിൽ കടന്നു വരികയാണെങ്കിൽ അത് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ്, ആർക്ക് റെഫർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്, അവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി, അല്ലെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്, the limits of authority of each subordinate should be clearly defined, അല്ലെ? അതായത് എവിടെ വരെയാണ് ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബോർഡിനേറ്റ് കൊടുത്തിരിക്കുന്ന അതോറിറ്റിയുടെ ലിമിറ്റ് എവിടെ വരെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ദെൻ അതുപോലെ അഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഏതൊരു കാര്യത്തിലും ഏതൊരു ആക്ടിവിറ്റിക്കും വളരെ പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്താണ് മോട്ടിവേഷൻ, അല്ലെ? ഇതൊരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അവിടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കണം, അല്ലെ? പിന്നെ അതുപോലെ അഡിക്വേറ്റ് ട്രെയിനിങ്, അല്ലെ? എന്താണ് അവർക്ക് അവരുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്പീഡിൽ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് വൃത്തിയിൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ എന്താണ് പഠിക്കണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഇട്ടിരിക്കണം. ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിട്ടും ഓഫ് ദ ജോബ് ട്രെയിനിങ് ആയിട്ടും എന്ത് ചെയ്യണം, അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള സെഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ ഓഫ് റിസൾട്ട്സ്, അല്ലെ? അതായത് ഏതൊരു കാര്യത്തിലും നിങ്ങളിപ്പോ എക്സാം നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ആണ് മറ്റന്നാൾ, എന്തിനു വേണ്ടിയിട്ട് എക്സാം നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞതുപോലെയുള്ള എന്താണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാം, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻസ് ഒക്കെ നടക്കുന്നത്. അതേപോലെ എംപ്ലോയീസിനും അത്തരത്തിൽ അവരുടെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. സോ ഐ റിപ്പീറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഡെലിഗേഷൻ. എന്താണ് ഈ എഫക്റ്റീവ് ഡെലിഗേഷൻ എന്ന് നമുക്കറിയാം. ഒരു ജോലി ഒരു അതോറിറ്റിയിലുള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു സുപ്പീരിയർ ഓഫീസർ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സബോർഡിനേറ്റിന് കൈമാറുകയാണെങ്കിൽ, അതിനുള്ള അതോറിറ്റി അയാളുടെ കീഴിലുള്ള ഒരാൾക്ക് കൈമാറുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയാ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന, കൈമാറിയിരിക്കുന്ന, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അതോറിറ്റി വളരെ എഫക്റ്റീവ് ആവണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതുകൊണ്ട് ഉണ്ടായിത്തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫോളോ എ സെർട്ടൈൻ നമ്പർ ഓഫ് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണത്? ഫങ്ഷണൽ ഡെഫിനിഷൻ, അല്ലെ? കൃത്യമായിട്ട് ഓരോ സബോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഡെലിഗേഷൻ ബൈ റിസൾട്ട്, അല്ലെ? റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള അധികാരമാണ് ആ എംപ്ലോയിക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്തിരിക്കണം. ഒരു സുപ്പീരിയർ ഓഫീസർ ഒരു സബോർഡിനേറ്റിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സബോർഡിനേറ്റ്സ് ഒരു സുപ്പീരിയർ ഓഫീസറിന് മാത്രം എന്ത് ചെയ്യാം, കമാൻഡ് സ്വീകരിക്കുക എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പാരിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെ? അതായത് അതോറിറ്റി പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, അല്ലെ? അതെന്താണ്, വെറും റെസ്പോൺസിബിലിറ്റി പോരാ, അതോറിറ്റിയും കൂടി ഉണ്ടായാലും മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി മീൻസ് സുപ്പീരിയർ ഓഫീസർ ഒരിക്കലും തന്നെ അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായില്ല. അതായത് ജോലി കൈമാറിയാലും ഉത്തരവാദിത്തം അയാളുടെ തന്നെ ഉണ്ട്. അതോറിറ്റി ലെവൽ വളരെ കൃത്യമായിട്ട് ഒരു ജുറിസ്ഡിക്ഷന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ വാട്ടെവർ അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കേണ്ടത്. വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി. ദെൻ അതുപോലെ അഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, മോട്ടിവേറ്റഡ് ആയിരിക്കുക, ട്രെയിനിങ് കൊടുക്കുക. ആഫ്റ്റർ ഓൾ ഇവാലുവേഷൻ ഓഫ് റിസൾട്ട്സ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എഫക്റ്റീവ് ഡെലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആണ്. ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതേ ഉള്ളൂ.
ഇറ്റ് റെഡ്യൂസസ് വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ് അല്ലെ. വർക്ക് ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ജോലി ചെയ്തിട്ടും ജോലി തീരുന്നില്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഈസ് കിട്ടും അല്ലെ. അത്തരത്തിൽ ഒരു ഈസ് ഡെലിഗേഷനെ കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് സബോർഡിനേറ്റ്സ് അല്ലെ. സബോർഡിനേറ്റ്സ് എന്താണ്, അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുകയാണ് അല്ലെ. അവരെന്താണ്, വളരെ റുട്ടീനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, നമുക്കൊരിക്കലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സിലുള്ള മാത്തമാറ്റിക്സ് ഇപ്പം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കും അല്ലെ. പക്ഷെ അത് നിങ്ങൾക്ക് വളരാൻ പറ്റുമോ അതിനെ കൊണ്ട്? ഇല്ല. അപ്പൊ പകരം എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത് അതിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിയോറട്ടിക്കൽ ആയിട്ടും അതേപോലെ തന്നെ എന്താണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളത് അല്ലെ. നിങ്ങൾക്ക് ഇപ്പം a² + b² തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലെ. പക്ഷെ 10ാം ക്ലാസ്സിലും അതേപോലെ ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത്തരത്തില് ഓരോ സ്റ്റേജസിലും ഓരോരുത്തർക്കും ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഓരോ എംപ്ലോയീസിനും അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവാൻ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അതോറിറ്റി ഡെലിഗേഷൻ. പിന്നെ അതുപോലെ എന്താണ്, ക്രിയേറ്റ്സ് ബെറ്റർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അല്ലെ. അതായത് എന്താണ്, വളരെ നല്ല രീതിയിൽ സുപ്പീരിയർ ഓഫീസേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താൻ ഇത്തരത്തിലുള്ള ഡെലിഗേഷൻ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ്, ഇറ്റ് ഹെൽപ്പ് ലോ ലെവൽ മാനേജേഴ്സ് ടു അക്വയർ എക്സ്പീരിയൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്താണ്, നമ്മൾ റുട്ടീൻ ആയി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അതേസമയം ഒരു മാനേജർ, അപ്പോൾ നമ്മൾ കമ്പനികളിൽ ടോപ്പ് ലെവൽ ഓഫീസേഴ്സിന് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് നമ്മൾ കായികമായിട്ടുള്ള അധ്വാനം നമ്മളിപ്പോൾ കണ്ടു നോക്കിയാൽ അവരെന്താണ് ഓഫീസിൽ ഇരിക്കുന്നുണ്ടാവാം, അവരെന്താണ് യാത്രകൾ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അവർക്ക് കായികമായിട്ട് ഫിസിക്കലി ഒരുപാട് സ്ട്രെയിൻ വരുന്ന ജോലികളൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷേ അത്തരം മാനേജേഴ്സിന് ഒക്കെ കൊടുക്കുന്ന ശമ്പളം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കമ്പനി കൊടുക്കുന്ന പേയ്മെന്റ്സ് ഒക്കെ എന്താണ്, വളരെ ഹൈ ആണ്. എന്തിനാണ് അത്രയും വലിയ പേയ്മെന്റ് കൊടുക്കുന്നത്? ബിക്കോസ് ഓഫ് ദേ ആർ ഹാവിങ് എ വെരി ഗുഡ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ക്രൂഷ്യൽ ആണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കഴിവാണ്. അപ്പൊ അത്തരത്തില് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ ഈ പറയുന്ന ലോ ലെവൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ഭാവിയിൽ അവരുടെ കരിയർ ഗ്രോത്തിന് സഹായകരമാവുന്ന രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന വളരെ എന്താണ് റെനോൺഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ അവർ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇൻക്രീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവ് മൊറൽസ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരാൾക്ക് അധികാരം കിട്ടുക എന്നുള്ള, അയാളൊരു ഉത്തരവാദിത്തം വിശ്വസിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന അയാളുടെ മൊറയിൽ വർദ്ധിപ്പിക്കും, ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യും, leads growth and expansion of business and facilitates quick decisions അല്ലെ. തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനും അതുപോലെ എന്താണ് ബിസിനസ്സിനെ കൂടുതൽ ലെവലിലേക്ക് വളർത്താനൊക്കെ സഹായിക്കും. ഇനി ബാരിയേഴ്സ് ആണ് അല്ലെ. രണ്ട് സൈഡിലും ബാരിയേഴ്സ് ഉണ്ട്. സുപ്പീരിയേഴ്സിന്റെ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് പവർ നഷ്ടപ്പെടുവോ എന്നുള്ളത് ഇതാണ്. മറ്റൊന്നെന്താണ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് അല്ലെ. അതായത് എന്താണ്, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം ഒരു സുപ്പീരിയർ ഓഫീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. lack of confidence in subordinates, അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന് അവർക്ക് വിശ്വാസമില്ലാതിരിക്കുക, ആബ്സെൻസ് ഓഫ് കൺട്രോൾ, ഡിസയർ ടു ഡോമിനേറ്റ് ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ മൈസെൽഫ് സിൻഡ്രോം അല്ലെ. എന്താണ് വളരെ രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഐ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ അല്ലെ. എല്ലാ സുപ്പീരിയർ ആയിട്ട് കിടക്കുന്ന മനുഷ്യന്മാർക്കും ഉള്ള ഒരു ഇതാണ്. എന്താണ്, അയാളുടെ കീഴിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് മോശമാണ്, എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ അത് പ്രകടിപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഡെലിഗേഷൻ ഉണ്ടായിത്തീരും. കൺട്രോൾ, വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാവും. ഡിസയർ ടു ഡോമിനേറ്റ്, എപ്പോഴും എന്താണ് ഇവരെന്താണ് ഭരിച്ചു കളയാം, അവർ ഡോമിനേറ്റ് ചെയ്യാൻ എന്നുള്ള ധാരണയോട് കൂടിയിട്ട് ഒരു സുപ്പീരിയർ പെരുമാറുകയാണെങ്കിൽ അതും വലിയ രീതിയിൽ ഡെലിഗേഷനെ ബാധിക്കും. അതേപോലെ തന്നെ സബോർഡിനേറ്റ്സിന്റെ അടുത്തുണ്ട് എന്താണത്, അവർക്കും ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് അല്ലെ. അവർക്കും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ക്രിറ്റിസിസം അല്ലെ, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനുഷ്യന്മാർ നേരിടുന്ന ഏറ്റവും വലിയ ഏതൊരു പുതിയ കാര്യത്തിനും അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇറങ്ങാൻ എല്ലാ മനുഷ്യന്മാരെയും പിന്നോട്ടടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രിറ്റിസിസം. ആൾക്കാർ എന്ത് പറയും, എന്നെ കുറ്റം പറയുമോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കുമോ എന്നുള്ളൊരു പേടിയിൽ എന്താണ് പലരും പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കും. ഇന്നബിലിറ്റി അല്ലെ, കഴിവില്ലായ്മ, അതിനകത്തുള്ള എന്താണ് അവോയ്ഡൻസ് ഓഫ് അഡീഷണൽ ബർഡൻ, ഇത്രയൊക്കെ മതി, എന്നെ കൊണ്ട് ഇനി കൂടുതൽ താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഡെലിഗേഷനോട് മുഖം തിരിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ഓർഗനൈസിംഗിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഏരിയ ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ അല്ലെ. നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം, അതുവഴി എന്ത് ചെയ്യാം, സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ?
ഡീസെൻട്രലൈസേഷന്റെ പ്രത്യേകതയാണ് ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ് ഡെലിഗേറ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ ലെവൽസ് അല്ലെ. അതായത് ഒരു സ്ഥാപനം അത് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് നമുക്ക് എപ്പോഴാ പറയാൻ പറ്റുക? അതിന്റെ അധികാര കേന്ദ്രം ഒന്നല്ല, ഒന്നിൽ കൂടുതലോ രണ്ടിൽ കൂടുതലായി മാറുന്ന സമയത്താണ് ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ അതിനെ വിളിക്കുക. അതേസമയം എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് കപ്പാബിലിറ്റി റെസ്റ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. കേന്ദ്രീകൃതമാണെങ്കിൽ കേന്ദ്രീകൃതം വികേന്ദ്രീകൃതം, അതാണ് ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മലയാളത്തിലെ പേരാണ് കേന്ദ്രീകൃതം, ഡീസെൻട്രലൈസേഷന്റെ മലയാളമാണ് വികേന്ദ്രീകൃതം അല്ലെ. അപ്പൊ എന്താണ് സെൻട്രലൈസേഷന്റെ പ്രത്യേകത? ഒറ്റൊരു അതോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അതേസമയം ഡീസെൻട്രലൈസേഷൻ അതല്ല, ടോപ്പിലുള്ള ആളെടുക്കും, അതേപോലെ അതിന്റെ താഴെയുള്ള ആൾക്ക് എന്താണ് തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? അക്രോസ് മൾട്ടിപ്പിൾ ലെവൽസ്. അതേസമയം സെൻട്രലൈസേഷൻ എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് മാത്രമാണ്. ദെൻ ഡീസെൻട്രലൈസേഷൻ എന്താണ്? ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ഓപ്പൺ ആൻഡ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ എന്താണ്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് സെൻട്രലൈസേഷൻ, ടോപ്പിന്ന് താഴോട്ടേക്ക് വരും. Then decentralization is the ideal for large size organization. വലിയ സംരംഭങ്ങൾക്ക് ഡീസെൻട്രലൈസേഷൻ ആവുന്നതാണ് നല്ലത്. അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സെൻട്രലൈസേഷൻ ഈസ് ഐഡിയൽ ഫോർ സ്മോൾ സൈസ്ഡ് ഓർഗനൈസേഷൻസ്. ഇനി അതുപോലെ മറ്റൊന്ന് സിഗ്നിഫിക്കന്റ്ലി ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് എവിടെ നടക്കും? ഡീസെൻട്രലൈസേഷനിൽ നടക്കും. കാരണം എന്താണ്? ഓരോ വിഭാഗത്തിനും ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എളുപ്പത്തിലാകുന്ന സമയത്ത് എന്താണ്? അവർക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതേസമയം സെൻട്രലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്ലോ അല്ലെ. അതായത് കുറെ കാര്യങ്ങൾ പഠിച്ച് വേണം എന്ത് ചെയ്യാം? മുകളിലുള്ള തീരുമാനം എടുക്കുക. അപ്പൊ സമയം എടുക്കും അല്ലെ. അതേസമയം ഡീസെൻട്രലൈസേഷനിൽ ഹയർ നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം ഈച്ച് ലെവൽ ആർ ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അല്ലെ. നമുക്കറിയാം എന്താണ്? ഒരുപാട് ആൾക്കാർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം, തീരുമാനം എടുക്കുന്ന പ്രോസസ്സിൽ പങ്കാളിയാവാനുള്ള ഒരു അവസരം ഡീസെൻട്രലൈസേഷൻ നൽകുന്നുണ്ട്. സെൻട്രലൈസേഷൻ എന്താണ്? വളരെ കുറച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ഫ്യൂ ഹാൻഡ് പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദെൻ സിക്സ്ത് അടുത്ത പോയിന്റ്, ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ഇൻ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനിലോട്ട് വരികയാണെങ്കിൽ ഡിമോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആണ്. ദെൻ ഡീസെൻട്രലൈസേഷനിൽ വരികയാണെങ്കിൽ കോൺഫ്ലിക്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ അല്ലെ. എന്താണ്? പല ആൾക്കാരും പല തീരുമാനങ്ങളും പറയുന്ന സമയത്ത് എന്താണ്? അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. അത് ഡീസെൻട്രലൈസേഷന്റെ ഒരു സ്വഭാവമാണ്. സെൻട്രലൈസേഷൻ എന്താണ്? ഒരു സിംഗിൾ പോയിന്റ് എന്നാണ് തീരുമാനം വരുന്നത്. അവിടെ കോൺഫ്ലിക്ട്സിന് ചാൻസ് വളരെ കുറവാണ്. കോൺഫ്ലിക്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആർ ലീസ്റ്റ് ലൈക്ലി ടു ഒക്കർ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ദ ബർഡൻ ഗെറ്റ്സ് ഷെയർഡ് എമംഗ് മെനി ലെവൽസ് അല്ലെ. തീരുമാനം എടുക്കുക എന്നുള്ള വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ ആ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എപ്പോഴും എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ വലിയ ഭാരം എന്ത് ചെയ്യാം? വളരെ ചുരുക്കമാക്കിയിട്ട് വളരെ ചെറിയ രീതിയിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യാം? എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാന്നുള്ളതാണ്. അതേസമയം സെൻട്രലൈസേഷന്റെ കേസിൽ എന്താണ്? ഓൺലി വൺ ഗ്രൂപ്പ് ഈസ് ക്യാരിങ് ദ ബർഡൻ അല്ലെ. അതായത് ഒരു ടീമിന് മാത്രമാണ്, ഒരു പോയിന്റിന് മാത്രമാണ് കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഉള്ളത് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ് അവർക്കുള്ള അതിന്റെ ബേർഡനും കൂടുതലായിരിക്കും. Then decentralization is prone to instability due to multiple conflicting decisions അല്ലെ. ഇൻസ്റ്റബിലിറ്റി വളരെ വലിയൊരു ത്രെറ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള വലിയൊരു ത്രെറ്റ് ആണ് ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് കാരണം? എന്താണ്? മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്കിംഗ് അവിടെ സംഭവിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് നാച്ചുറൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം സെൻട്രലൈസേഷന്റെ കേസിൽ എന്താണ്? റിലേറ്റീവ്ലി സ്റ്റേബിൾ ആസ് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ എ സെൻട്രൽ അതോറിറ്റി ഷെയറിംഗ് എ കോമൺ ഐഡിയോളജി അല്ലെ. അതായത് ഒരേ ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ളവർ. അപ്പൊ നമ്മളെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അതേപോലെ മറ്റുള്ള ഏതെങ്കിലും രാജഭരണ സ്ഥലത്ത് നോക്കിയാൽ എന്താണ്? എപ്പോഴും ഇൻസ്റ്റബിലിറ്റിക്ക് സാധ്യത കൂടുതൽ നമ്മുടെ നാട്ടിലാണ് അല്ലെ. അതേസമയം രാജഭരണ സ്ഥലത്ത് നിന്നാണ് എപ്പോഴും ഒരു തീരുമാനം, ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതെല്ലാവരും അനുസരിക്കും എന്നുള്ളതാണ് അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനുള്ള വ്യത്യാസം. മനസ്സിലാക്കുക. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ആൻ ഓർഗനൈസിംഗ് പാർട്ട്. ഓക്കെ. സോ ഇത് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ബുക്കിൽ വായിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കുക.